بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അത്യുത്തമമായ നാമങ്ങളും അതിലടങ്ങിയിട്ടുള്ള അത്യുന്നതമായ വിശേഷണങ്ങളുമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നാമ ഗുണവിശേഷണങ്ങൾ അത് പഠിക്കുക, മനസ്സിലാക്കുക എന്നതിൻ്റെ പ്രാധാന്യം ഓരോ ക്ലാസ്സുകളിലും നമുക്ക് ബോധ്യപ്പെടാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമുക്കറിയാൻ സാധിക്കുക അവൻ്റെ നാമങ്ങളിലൂടെ, അവൻ്റെ വിശേഷണങ്ങളിലൂടെ മാത്രമാണ്. അല്ലാഹുവിൻ്റെ നാമങ്ങളിൽ ഏതാനും ചില നാമങ്ങൾ അൽഹംദുലില്ലാ കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ് അല്ലാഹുവിൻ്റെ നാമങ്ങളായി നമ്മൾ പഠിച്ചത്? അല്ലാഹു, അൽ ഇലാഹു, അർ റബ്ബു, അർ റഹ്മാൻ, അർ റഹീം, അൽ ഹൈ, അൽ ഖയ്യൂം, അൽ ഖാലിഖ്, അൽ ഖല്ലാഖ്, അൽ ബാരി, അൽ മുസവ്വിർ, അൽ മാലിക്, അൽ മലിക്, അൽ മലീക്. എത്ര എണ്ണായി? 16 എണ്ണായില്ലേ? 14 മതിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ 15ഓളം വരുന്ന നാമങ്ങൾ അൽഹംദുലില്ലാ നമ്മൾ പഠിക്കുകയുണ്ടായി. അതിൽ അൽ മാലിക്, അൽ മലീക്, അൽ മലിക്, അൽ മലീക് എന്ന നാമം, അതോടൊപ്പം അൽ മാലിക് എന്ന നാമം കൂടി സമാനമായ അർത്ഥമാണ്. നമ്മൾ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അൽ മാലിക്, അൽ മലിക്, അൽ മലീക് മൂന്നും അള്ളാഹുവിൻ്റെ മുൽക്ക്, അധികാരം അറിയിക്കുന്ന നാമങ്ങളാണ്. ഇനി സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ നമുക്ക് പഠിക്കാനുള്ളത് അർ റസാഖ്, അർ റാസിഖ് എന്നീ 2 നാമങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അത്യുന്നതമായ അത്യുത്തമമായ നാമങ്ങളിൽ പെട്ട നാമങ്ങളാണ് അർ റസാഖു, അർ റാസിഖു. ഇത് രണ്ടും അറിയിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് റിസ്ക് നൽകുന്നവൻ എന്നാണ്. അള്ളാഹുവിൻ്റെ റസ്ഖാണ് ഇതിലൂടെ അറിയിക്കുന്നത്. അഥവാ അവനാണ് എല്ലാവർക്കും റിസ്ക് നൽകുന്നവൻ, ഉപജീവനം നൽകുന്നവൻ, ഭക്ഷണം നൽകുന്നവൻ. പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും അല്ലാഹു തആല അവൻ്റെ ഈ നാമങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. സൂറത്തു ദാരിയാത്തിൽ അല്ലാഹു പറഞ്ഞു, ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തന്നെയാകുന്നു അർ റസ്സാഖ്, എല്ലാവർക്കും ഭക്ഷണം നൽകുന്നവൻ, റിസ്ക് നൽകുന്നവൻ. ദുൽ ഖുവ്വത്തിൽ മതീൻ, അവൻ ഖുവ്വത്തുള്ളവനാണ്, അങ്ങേയറ്റം ശക്തിയുള്ളവനാണ്. അൽ മതീൻ, ബലമുള്ളവനാണ്. അഥവാ അള്ളാഹുവിൻ്റെ ഖുവ്വത്താണ് അതറിയിക്കുന്നത്. അതുപോലെ അള്ളാഹു സൂറത്തുൽ ജുമുഅയിൽ പറഞ്ഞു, വല്ലാഹു ഖൈറുർ റാസിഖീൻ, അള്ളാഹുവാണ്
ഏറ്റവും നന്നായി റിസ്ക് നൽകുന്നവൻ. സൂറത്തുൽ ഹജ്ജിലൂടെ അള്ളാഹു അറിയിച്ചു, വഇന്നല്ലാഹ ലഹുവ ഖൈറുർ റാസിഖീൻ. തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ തന്നെയാകുന്നു റിസ്ക് നൽകുന്നവൻ. അതുപോലെ സൂറത്തുൽ മാഇദയിൽ നമുക്ക് കാണാം അള്ളാഹുവിൻ്റെ പ്രവാചകൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന, വർസുഖ്ന, അള്ളാഹുവേ നീ ഞങ്ങൾക്ക് റിസ്ക് നൽകണമേ, വ അൻത ഖൈറുർ റാസിഖീൻ, നീയാണ് ഏറ്റവും നന്നായി റിസ്ക് നൽകുന്നവൻ, ഉപജീവനം നൽകുന്നവൻ. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് റിസ്ക് നൽകുന്നവൻ. അള്ളാഹു അല്ലാത്ത ഒരാളും നമുക്ക് റിസ്ക് നൽകാനില്ല, ഉപജീവനം നൽകാൻ ഇല്ല തന്നെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ മാത്രമാണ് റിസ്ക് നൽകുന്നവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാം അള്ളാഹുവിൻ്റെ അർ-റാസിഖ് എന്ന നാമം വന്നിരിക്കുന്നു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം റിവായത്ത് ചെയ്ത ഒരു ഹദീസിൽ കാണാം, അദ്ദേഹം പറയുകയാണ്, ഗല സിഅറു അലാ അഹ്ദി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഭക്ഷണത്തിന് അതല്ലെങ്കിൽ ഭക്ഷ്യവിഭവങ്ങൾക്ക് വിലക്കയറ്റമുണ്ടായി. ഫഖാലു, അപ്പോൾ സഹാബത്ത് പറഞ്ഞു, യാ റസൂൽ അല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, ലൗ സഅർത, താങ്കൾ ഈ ഭക്ഷ്യവിഭവങ്ങൾക്ക് വില നിശ്ചയിക്കുകയാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ കച്ചവടക്കാർ അവർ വല്ലാതെ വില കൂട്ടുകയുണ്ടായി. സഹാബികൾ പറഞ്ഞു, നബിയെ, അങ്ങ് വില നിശ്ചയിക്കുകയാണെങ്കിൽ ഇങ്ങനെ വല്ലാതെ കൂടുകയില്ലല്ലോ. ആ അർത്ഥത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറഞ്ഞത്. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഹുവൽ ഖാലിഖുൽ ഖാബിദുൽ ബാസിതു അർ-റാസിഖുൽ മുസഅഇറു. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാകുന്നു അൽ ഖാലിഖു, എല്ലാറ്റിനെയും സൃഷ്ടിച്ചവൻ, അൽ ഖാബിദ്, അവനാകുന്നു പിടിച്ചുവെക്കുന്നവൻ, അൽ ബാസിതു, അല്ലാഹു ആകുന്നു വിശാലമായി നൽകുന്നവൻ, അർ-റാസിഖു, അല്ലാഹുവാണ് ഉപജീവനം ഭക്ഷണം നൽകുന്നവൻ, അൽ മുസഅഇറു, അല്ലാഹുവാണ് അതിന്റെ വില മൂല്യം നിശ്ചയിക്കുന്നവൻ. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വ ഇന്നി ലഅർജു അൻ അൽഖ അല്ലാഹ വലാ യത്ലുബുനി അഹദുൻ ബിമദ്ലമത്തിൻ ളലംതുഹാ ഇയ്യാഹു ഫീ ദമിൻ വമാലിൻ. ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇപ്രകാരം കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നു. എപ്രകാരം? ഒരാളും തന്നെ അയാളുടെ രക്തത്തിന്റെ കാര്യത്തിലോ സമ്പത്തിന്റെ കാര്യത്തിലോ അയാളോട് ഞാൻ അതിക്രമം ചെയ്തു എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വരാത്ത രൂപത്തിൽ, ഒരതിക്രമത്തിലും ഏർപ്പെടാത്ത രൂപത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് വില നിശ്ചയിക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത്. ഈ ഹദീസ് ഇവിടെ കൊണ്ടുവന്നത്, വായിച്ചത്, അള്ളാഹുവിൻ്റെ അർ-റാസിഖ് എന്ന നാമം അതിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഇതിൽ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ്, നിങ്ങൾ നോക്കൂ, ഒരു നാട്ടിൽ ഭക്ഷ്യവസ്തുക്കൾക്ക് അതല്ലെങ്കിൽ ആളുകൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾക്ക് വിലക്കയറ്റം ഉണ്ടായാൽ ആ വിലക്കയറ്റം നിയന്ത്രിക്കുക എന്നത് ഒരു ഭരണാധികാരിയുടെ അധികാര പരിധിയിൽ പെട്ട കാര്യമല്ല. അങ്ങനെ വിലക്കയറ്റം ഉണ്ടാവണമെങ്കിൽ അത് ആവശ്യമായി തീർന്നാൽ കച്ചവടക്കാർക്ക് അത് ചെയ്യാം. അതിൽ ഭരണാധികാരിക്ക് പ്രത്യേകിച്ചൊരു ഇടപെടൽ സാധ്യമല്ല എന്ന് ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്.
അല്ലെ? സാധാരണ വാങ്ങുന്ന ആളുകളെ മാത്രമാണ് നമ്മൾ പരിഗണിക്കാറുള്ളത്. നമ്മളൊക്കെ വാങ്ങുന്ന ആളുകളാണ്, ഉപഭോക്താക്കളാണ്. നമ്മൾ പൊതുവെ വസ്തുക്കളുടെ വില പരിശോധിക്കും, പരിഗണിക്കും. എന്തെങ്കിലും ഒരു ചെറിയ മാറ്റങ്ങൾ വരുമ്പോൾ നമുക്കത് മനസ്സിലാകും, നമ്മെ അത് വല്ലാതെ ബാധിക്കുകയും ചെയ്യും. എന്നാൽ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ന്യായമായി വില കൂട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് വിൽക്കാൻ വേണ്ടി അവർ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് അവരെ തടയുക എന്നത് അവരോടുള്ള അതിക്രമമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ വില നിശ്ചയിക്കാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങാനും നിങ്ങൾ പഴയതുപോലെ വിറ്റാൽ മതി എന്ന് പറഞ്ഞാൽ കച്ചവടക്കാർക്ക് ഒരുപക്ഷെ നഷ്ടമുണ്ടായേക്കാം. അപ്പൊ അതുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവാണ് എല്ലാറ്റിനെയും സൃഷ്ടിച്ചവൻ, അള്ളാഹുവാണ് പിടിച്ചു വെക്കുന്നവൻ, അള്ളാഹുവാണ് വിശാലമായി നൽകുന്നവൻ, അള്ളാഹുവാണ് റിസ്ക് നൽകുന്നവൻ, അള്ളാഹുവാണ് മൂല്യം നിശ്ചയിക്കുന്നവൻ. ഒരാളോടും അയാളുടെ സമ്പത്തിന്റെയോ അല്ലെങ്കിൽ രക്തത്തിന്റെയോ കാര്യത്തിൽ അതിക്രമം പ്രവർത്തിച്ചുകൊണ്ട് ഞാൻ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് സഹോദരങ്ങളെ, വിൽക്കുന്ന ആളുകളെയും പരിഗണിക്കണം എന്നത് ഈ ഹദീസിൽ വലിയ പാഠമുണ്ട്. നമ്മൾ സാധാരണ ഒരു വശത്ത് മാത്രമേ നിന്ന് നോക്കാറുള്ളൂ, മറുവശം കൂടി ചിന്തിക്കേണ്ടതുണ്ട് എന്നത് ഈ ഹദീസിൽ നിന്നും കിട്ടുന്ന ഗുണപാഠമാണ്. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അർ-റസ്സാഖാണ്, അർ-റാസിഖാണ്. അർ-റസ്സാഖ് എന്ന് പറഞ്ഞാൽ ഫഅാൽ വസിൻ, അഥവാ നമുക്കറിയാം അൽ ഖാലിഖ് അൽ ഖല്ലാഖ് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. അൽ ഖാലിഖ് എന്നാൽ സൃഷ്ടാവ്, എല്ലാറ്റിനെയും സൃഷ്ടിച്ചവൻ. അൽ ഖല്ലാഖ് എന്നാൽ ധാരാളമായി സൃഷ്ടിക്കുന്നവൻ അല്ലെങ്കിൽ സൃഷ്ടിച്ചവൻ. അർ-റാസിഖ് എന്നാൽ ഉപജീവനം നൽകുന്നവൻ. അർ-റസ്സാഖ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നായി ഉപജീവനം നൽകുന്നവൻ. മുബാലഗത്തിന്റെ സീഗ എന്നാണ് അറബിയിൽ അതിന് പറയുക. അതുകൊണ്ടാണ് അല്ലാഹു വല്ലാഹു ഖൈറുർ റാസിഖീൻ എന്ന് പറഞ്ഞത്. അള്ളാഹു ഏറ്റവും നന്നായി ഉപജീവനം നൽകുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളുടെ ഉപജീവനം ഏറ്റെടുത്തിരിക്കുന്നു. അവന്റെ സൃഷ്ടികളായി, പടപ്പുകളായി ആരൊക്കെ ഉണ്ടോ, എന്തൊക്കെയുണ്ടോ, അത് മനുഷ്യരാവട്ടെ, ജിന്നുകളാകട്ടെ, ജീവജാലങ്ങളാവട്ടെ, ജന്തുക്കളാവട്ടെ, ആരുമാവട്ടെ, എല്ലാറ്റിൻ്റെയും ഉപജീവനം ഏറ്റെടുത്തവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അവൻ നൽകാത്ത ഒരു ഉപജീവനവും ഒരാളുടെയും അടുക്കലില്ല. അല്ലാഹു പറഞ്ഞു, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. സൂറത്ത് ഹൂദിൽ നമുക്ക് കാണാം, ഭൂമിയിൽ ഏതൊരു ജന്തുവുണ്ടോ, ഏതൊരു സൃഷ്ടിയുണ്ടോ, അതിന്റെ ഉപജീവനം അള്ളാഹു ഏറ്റെടുക്കാതിരുന്നിട്ടില്ല. എല്ലാവരുടെയും ഉപജീവനം അള്ളാഹുവിന്റെ കൈകളിലാണ്. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു, വകഅയ്യിൻ മിൻ ദാബത്തിൻ, എത്ര ജീവജാലങ്ങളാണ്, ജന്തുക്കളാണുള്ളത്, ലാ തഹ്മിലു റിസ്ഖഹാ, അവയൊന്നും അവരുടെ ഉപജീവനം വഹിച്ച് നടക്കുന്നില്ല. ഒരാളുടെയും കൈകളിലല്ല അയാളുടെ ഉപജീവനമുള്ളത്. ആണോ? നമ്മുടെ കൈകളിലല്ല, മറ്റുള്ള ജീവജാലങ്ങളുടെ കൈകളിലല്ല, ഒരാളുടെയും കൈകളിൽ അയാളുടെ ഉപജീവനം ഇല്ല. അല്ലാഹു യർസുഖുഹാ, അള്ളാഹുവാണ് എല്ലാവർക്കും റിസ്ക് നൽകുന്നവൻ. വഇയ്യാക്കും, അള്ളാഹുവാണ് നിങ്ങൾക്കും ഉപജീവനം നൽകുന്നവൻ. അള്ളാഹുവിന്റെ ഉപജീവനം, അള്ളാഹു റിസ്ക് നൽകുക എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, അള്ളാഹു പറഞ്ഞു, വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അള്ളാഹു അവൻ ഉദ്ദേശിച്ച ആളുകൾക്ക് കയ്യും കണക്കുമില്ലാതെ റിസ്ക് നൽകും. നിങ്ങൾ നോക്കൂ, നമുക്ക് ആവശ്യമുള്ള റിസ്ക്, ഉപജീവനം മാത്രമാണ് അള്ളാഹു നൽകിയത്? അല്ല, ആവശ്യത്തിലധികം അള്ളാഹു നൽകിയിട്ടുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ ഉദ്ദേശിച്ച ആളുകൾക്ക് കണക്കില്ലാതെ ഉപജീവനം നൽകും, കണക്കില്ലാതെ ഭക്ഷണം നൽകും. അള്ളാഹു പറഞ്ഞു, ഇന്ന റബ്ബക, തീർച്ചയായും നിന്റെ റബ്ബ്,
യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ. അവൻ ഉദ്ദേശിച്ച ആളുകൾക്ക് ഭക്ഷണം, ഉപജീവനം വിശാലമാക്കി നൽകും. അവൻ ഉദ്ദേശിച്ച ആളുകളുടെ കാര്യത്തിൽ അള്ളാഹു ഭക്ഷണം പിടിച്ചു വെക്കുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ, ആർക്കാണിത് സാധിക്കുന്നത്? അള്ളാഹു അല്ലാത്ത ആർക്കാണിത് സാധിക്കുക? അവൻ ഉദ്ദേശിക്കുന്ന അള്ളാഹു ഉദ്ദേശിക്കുന്നവന്റെ പടപ്പുകൾക്ക് അവൻ വിശാലമായി നൽകും. അവൻ കണക്കില്ലാതെ നൽകും. എന്നാൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു പിടിച്ചു നൽകും. അവർക്ക് നൽകുന്നതിൽ അള്ളാഹു ഒരു പക്ഷേ കുറവ് നൽകിയേക്കാം. അള്ളാഹു ഉദ്ദേശിക്കുന്നത് പോലെയാണ്. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ റിസ്ഖുമായി ബന്ധപ്പെട്ട് 2 രൂപത്തിലാണ് നമ്മെ അറിയിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ രൂപം എന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹമായിക്കൊണ്ട്, അള്ളാഹു ചെയ്ത ഔദാര്യമായിക്കൊണ്ടാണ് അള്ളാഹു റിസ്ഖ് എടുത്തു പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു പറഞ്ഞു, വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജ. അള്ളാഹു ആകുന്നു നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇണകളെ നിശ്ചയിച്ചത്. വജഅല ലക്കും മിൻ അസ്വാജികും ബനീന വഹഫദതൻ. അങ്ങനെ നിങ്ങളുടെ ഇണകളിൽ നിന്നും അള്ളാഹു നിങ്ങൾക്ക് സന്താനങ്ങളെയും പേരമക്കളെയും നൽകുകയുണ്ടായി. വറസഖകും മിനത് ത്വയ്യിബാത്ത്. വിശിഷ്ടമായതിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് ഭക്ഷണമായി നൽകുകയും ചെയ്തിരിക്കുന്നു. ഇത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. അള്ളാഹു ഇണകളെ നൽകുക എന്നുള്ളത് അള്ളാഹുവിന്റെ വലിയ ഔദാര്യമാണ്. അള്ളാഹു ഇണയായി നമുക്ക് ഭാര്യയെ, ഇണയെ നിശ്ചയിച്ച് നൽകിയിട്ടില്ല എങ്കിൽ നമുക്ക് ജീവിക്കുക പ്രയാസമാണ്. മനുഷ്യൻ എന്നാൽ തന്നെ ആ വാക്കിന്റെ അർത്ഥം തന്നെ ഇണങ്ങിച്ചേരുക എന്നതാണ്. അൽ ഇൻസാൻ എന്നാൽ ഉനുസ്, ആഗ്രഹിക്കുന്നവനാണ്. ഒറ്റപ്പെട്ട് ജീവിക്കുക എന്നത് സാധാരണ ഒരു മനുഷ്യന് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് അള്ളാഹു ഇണകളായി സൃഷ്ടിച്ചത്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്, അത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. അള്ളാഹു പറഞ്ഞത്, നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു. എന്നിട്ട് ആ ഇണകളിൽ നിന്ന് അള്ളാഹു സന്താനങ്ങളെ നൽകി. മക്കൾ എന്നത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് യഹബു ലിമൻ യശാഉ ഇനാസൻ. അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പെൺമക്കളെ, അതല്ലെങ്കിൽ ആൺമക്കളെ, അതല്ലെങ്കിൽ ആണിനെയും പെണ്ണിനെയും നൽകും. ചിലപ്പോൾ അള്ളാഹു സന്താന സൗഭാഗ്യം നൽകുകയുമില്ല അള്ളാഹു ഉദ്ദേശിച്ച രൂപത്തിൽ. വഹഫദ, സന്താനങ്ങളിൽ നിന്ന് അള്ളാഹു പിന്നീട് അവരുടെ മക്കളെ, അള്ളാഹുവിന്റെ ഔദാര്യമാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞത് വറസഖകും മിനത് ത്വയ്യിബാത്ത്. അള്ളാഹു നിങ്ങൾക്ക് വിശിഷ്ടമായ ഭക്ഷണം നൽകി. അള്ളാഹു നൽകിയ വിശിഷ്ടമായ ഭക്ഷണമാണ്, ഉപജീവനമാണ് സഹോദരങ്ങളെ നമ്മൾ കുടിക്കുന്ന ശുദ്ധജലം. അള്ളാഹു ചോദിച്ചില്ലേ, അതെങ്ങാനും മുഴുവനും ഉപ്പ് രുചിയുള്ളതാക്കിയിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എങ്ങനെ നമ്മൾ കുടിക്കുക? കുടിക്കാൻ സാധിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല ശുദ്ധമായ, സംശുദ്ധമായ, സ്വച്ഛമായ വെള്ളം നമുക്ക് നൽകി. അത് അള്ളാഹുവിന്റെ റിസ്ഖാണത്. അതുപോലെ അള്ളാഹു നല്ല വിശിഷ്ടമായ ഭക്ഷണ പദാർത്ഥങ്ങൾ, ഫലവർഗങ്ങൾ, കായ്കനികൾ, ഇതൊക്കെ അള്ളാഹു നൽകി. നോക്കൂ, ഇവിടെ അള്ളാഹു റിസ്ഖ് എടുത്തു പറഞ്ഞത് അള്ളാഹുവിന്റെ ഔദാര്യം എന്ന നിലക്കാണ്. എന്നിട്ടും അള്ളാഹു ചോദിക്കുകയാണ് ശേഷം, അഫബിൽ ബാത്തിലി യുഅ്മിനൂന വബിനിഅമത്തില്ലാഹി ഹും യക്ഫുറൂൻ. ഇതൊക്കെ കണ്ടറിഞ്ഞിട്ടും മനുഷ്യർ വ്യർത്ഥമായ, അടിസ്ഥാനരഹിതമായ, അള്ളാഹു അല്ലാത്ത ഇലാഹുകളിൽ, ആരാധ്യന്മാരിൽ വിശ്വസിക്കുകയും എന്നിട്ട് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ നിഷേധിക്കുകയും അതിനോട് നന്ദി കാണിക്കുകയും ചെയ്യുകയാണോ അള്ളാഹു ചോദിക്കുകയാണ്. ഇതൊക്കെ നൽകിയത് അള്ളാഹുവാണ്. എന്നിട്ട് ആ റബ്ബിനോട് ഒരു അടിമ നന്ദികേട് കാണിക്കുക എന്നുള്ളത് എത്ര മോശമായ കാര്യമാണ്. ഒരു ഉടമസ്ഥനോട് ഒരു അടിമ നന്ദികേട് കാണിച്ചാൽ ആ അടിമയെ കുറിച്ച് നമ്മൾ എന്താണ് പറയുക?
അയാൾ നന്ദി കെട്ട അടിമയാണ്. എല്ലാറ്റിൻ്റെയും ഉടമസ്ഥനായ അൽ മാലിക്കായ അൽ മലിക്കായ അൽ മലീക്കായ അള്ളാഹുവിന്റെ അടിമകളാണ് നാം ഓരോരുത്തരും. അവൻ ചെയ്ത ഔദാര്യങ്ങൾക്ക് നന്ദി കാണിക്കുക എന്നതാണ് നമ്മുടെ ബാധ്യത. അള്ളാഹു ചോദിക്കാണ്, നിങ്ങൾ നന്ദി കേട് കാണിക്കുകയാണോ? മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു, വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ സന്താനങ്ങളെ, മനുഷ്യരെ നാം ആദരിച്ചിരിക്കുന്നു, അവർക്ക് ആദരവ് നൽകിയിരിക്കുന്നു. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, അവരെ നാം കടലിലൂടെയും കരയിലൂടെയും സഞ്ചരിപ്പിച്ചിരിക്കുന്നു. ഭൂമിയിൽ പല രൂപത്തിൽ യാത്ര ചെയ്യാൻ, സഞ്ചരിക്കാൻ അള്ളാഹു നമുക്ക് അവസരമൊരുക്കി തന്നു. വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത്, അള്ളാഹു പറഞ്ഞു വിശിഷ്ടമായതിൽ നിന്ന് നാം അവർക്ക് ഉപജീവനമായി, ഭക്ഷണമായി നൽകുകയും ചെയ്തു. അതാണ് നമ്മുടെ തെളിവിന്റെ ഭാഗം. അള്ളാഹു അനുഗ്രഹങ്ങൾ എന്ന നിലക്ക് എണ്ണി പറയുകയാണ്. വഫദ്ദൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീല, മനുഷ്യരെ നാം സൃഷ്ടിച്ച അനേകം സൃഷ്ടികൾക്കിടയിൽ വലിയ ശ്രേഷ്ഠത നൽകി ആദരിച്ചു. അള്ളാഹുവിന്റെ ഔദാര്യമാണ്. അള്ളാഹു ഇവിടെ നമുക്ക് യാത്രാ സൗകര്യം, നമ്മെ കടലിലൂടെയും കരയിലൂടെയും ഒക്കെ സഞ്ചരിപ്പിച്ചത് എടുത്തു പറഞ്ഞു. അള്ളാഹുവിന്റെ ഔദാര്യമാണത്. ശേഷം അള്ളാഹു വിശിഷ്ടമായ ഉപജീവനം, റിസ്ക്, ഭക്ഷണം എടുത്തു പറഞ്ഞു. അതുപോലെ നിങ്ങൾ നോക്കൂ, അള്ളാഹു പറഞ്ഞു, അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ അർള ഖറാറൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനാകുന്നു ഭൂമി ഇളകാതെ, ഭൂമി നമ്മയും കൊണ്ട് ഇളകാത്ത രൂപത്തിൽ സ്ഥിരത നൽകിയത്. ഭൂമി നമ്മയും കൊണ്ട് ഇളകുന്നില്ല. നമ്മൾ നിൽക്കുമ്പോൾ അവിടെ നിൽക്കുകയാണ്, നടക്കുമ്പോൾ നമുക്ക് നടക്കാൻ സാധിക്കുന്നു, നമുക്ക് ഇരിക്കാൻ സാധിക്കുന്നു, നമുക്ക് കിടക്കാൻ സാധിക്കുന്നു, ഉറങ്ങാൻ സാധിക്കുന്നു, ജോലി ചെയ്യാൻ സാധിക്കുന്നു, കൃഷി ചെയ്യാൻ സാധിക്കുന്നു. അള്ളാഹു ഭൂമിയെ ഈ രൂപത്തിൽ നൽകിയത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. വസ്സമാഅ ബിനാഅൻ, ആകാശം ഒരു മേൽക്കൂര പോലെ അള്ളാഹു ആക്കി തന്നു. വസവ്വറകും ഫഅഹ്സന സുവറകും, ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ച് നിങ്ങൾക്ക് രൂപം നൽകി. വറസഖകും മിനത് ത്വയ്യിബാത്ത്, അവിടെയും അള്ളാഹു പറഞ്ഞു വിശിഷ്ടമായതിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് ഭക്ഷണമായി നൽകുകയും ചെയ്തു. അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ എടുത്തു പറയുകയാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു പറയുകയാണ്, ദാലികുമുല്ലാഹു റബ്ബുക്കും, ഇതൊക്കെ ചെയ്തവനാണ് നിങ്ങളുടെ റബ്ബ്. ഈ പറഞ്ഞ അനുഗ്രഹങ്ങളൊക്കെ ഏതൊരുവനാണോ നിങ്ങൾക്ക് നൽകിയത് അവനാകുന്നു നിങ്ങളുടെ റബ്ബ്, നിങ്ങളുടെ സൃഷ്ടാവ്, നിങ്ങളുടെ ആരാധ്യൻ. ഫതബാറകല്ലാഹു റബ്ബുൽ ആലമീൻ, സർവ്വലോകങ്ങളുടെയും റബ്ബായ അള്ളാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു. അവന്റെ കൈകളിലാണ് എല്ലാ ബറക്കത്തും അനുഗ്രഹവും ഉള്ളത്. അപ്പൊ നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹു ഉപജീവനം, റിസ്ക് എന്നത് അവന്റെ ഔദാര്യമായി നമുക്ക് അറിയിച്ചു നൽകുകയാണ്. ഇനി നിങ്ങൾ നോക്കൂ, അള്ളാഹു അവൻ നൽകിയ ഉപജീവനം, റിസ്ക്, ഭക്ഷണം എടുത്തു പറഞ്ഞുകൊണ്ട് അവനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞതായി കാണാം. കാരണം നമുക്കറിയാം, അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് നമുക്ക് ഉപജീവനം നൽകുന്നത്, അള്ളാഹുവാണ് നമ്മുടെ ഉടമസ്ഥൻ, അള്ളാഹുവാണ് നമുക്ക് രൂപം നൽകിയത്, അള്ളാഹുവാണ് നമ്മോട് ഏറ്റവും കാരുണ്യമുള്ളവൻ, അവൻ ഏകനാണ്, അവൻ സ്വയം പര്യാപ്തതയുള്ളവനാണ്, മറ്റൊരാളുടെയും പരാശ്രയം ആവശ്യമില്ലാത്തവനാണ്. ഇങ്ങനെയുള്ള അള്ളാഹുവിനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. അതവനോടുള്ള നമ്മുടെ ബാധ്യതയാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ 21, 22 ആയത്തുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം. ഈ ആയത്തുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരാൾ ഖുർആൻ എടുത്ത് മറിച്ചു നോക്കിയാൽ ആദ്യമായി അള്ളാഹു അവന്റെ അടിമകളോട് ഒരു കാര്യം ചെയ്യണം എന്ന് പറയുന്ന ആയത്താണിത്. ഖുർആൻ എടുത്തു മറിച്ചാൽ ആദ്യമായി അള്ളാഹു അവന്റെ അടിമയോട്, ആരുമാവട്ടെ, അള്ളാഹുവിന്റെ അടിമയായി ആരൊക്കെ ഉണ്ടോ, മനുഷ്യരെ എന്ന് വിളിക്കുന്ന ആ വിളിയിൽ ആരൊക്കെ ഉൾപ്പെടുമോ
അവരോടൊക്കെ അള്ളാഹു സംസാരിക്കുകയാണ്. അവരോടൊക്കെയുള്ള ഒന്നാമത്തെ കൽപ്പന ഖുർആൻ മറിച്ചു നോക്കിയാൽ കാണാവുന്ന ആദ്യത്തെ കൽപ്പനയാണ് ഈ ആയത്തിലുള്ളത്. എന്താണ് ആയത്ത്? അള്ളാഹു പറയുകയാണ്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ. മനുഷ്യ വർഗത്തെ മുഴുവനും അള്ളാഹു വിളിക്കുകയാണ്. പ്രത്യേകമായ ഒരു നാട്ടുകാരെയോ പ്രത്യേകമായ ഒരു വിഭാഗത്തെയോ പ്രത്യേകമായ ഒരു രാജ്യക്കാരെയോ പ്രത്യേകമായ ഒരു നിറത്തിലുള്ളവരെയോ പ്രത്യേകം ഒരു കൂട്ടരെയോ ഒന്നുമല്ല, മറിച്ച് മനുഷ്യരാശിയിലുള്ള എല്ലാവരും ഈ വിളിക്ക് ഉത്തരം നൽകാൻ ബാധ്യസ്ഥരാണ്. അവരെല്ലാവരും ഈ വിളിയിൽ ഉൾപ്പെടും. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ. ഉഅ്ബുദൂ റബ്ബക്കും, ജനങ്ങളെ മുഴുവനും വിളിച്ചിട്ട് അള്ളാഹു പറയുകയാണ്, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കുക. നോക്കൂ, അള്ളാഹു പറഞ്ഞത് നിങ്ങളുടെ റബ്ബ് എന്നാണ്. നിങ്ങളുടെ റബ്ബ് അള്ളാഹുവിനെ അള്ളാഹു നമ്മിലേക്കാണ് ചേർത്തി പറഞ്ഞത്. നിങ്ങളുടെ റബ്ബ്, സൃഷ്ടികളായ നമ്മുടെ റബ്ബാണ് അള്ളാഹു. അതുകൊണ്ട് ആ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക. അല്ലദീ ഖലഖക്കും, എന്തുകൊണ്ടാണ് അവൻ ആരാധിക്കണം എന്ന് പറഞ്ഞത്? അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. അവനല്ലാത്ത ഒരാളും നിങ്ങളെ സൃഷ്ടിച്ചിട്ടില്ല. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളെ മാത്രമല്ല നിങ്ങൾക്ക് മുമ്പുള്ളവരെ, നിങ്ങളുടെ പിതാക്കളെ, പൂർവ്വപിതാക്കളെ, കഴിഞ്ഞ സമുദായത്തെ, തലമുറകളെ, അങ്ങനെ ആരൊക്കെ ഉണ്ടോ അവരെല്ലാവരെയും സൃഷ്ടിച്ചവനാണ് അല്ലാഹു. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കാൻ, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ, അതാണ് നിങ്ങൾക്ക് ഉത്തമം. ഇത് പറഞ്ഞിട്ട് അള്ളാഹു പറയുകയാണ്, ഇതാണ് ആദ്യത്തെ കൽപ്പന. എന്താണ് ആദ്യത്തെ കൽപ്പന? ഉഅ്ബുദൂ റബ്ബക്കും, മനുഷ്യരെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കുക. ശേഷം അള്ളാഹു പറയുന്നു, അല്ലദീ, അവൻ എങ്ങനെയുള്ളവനാണ്? ആ റബ്ബിനെ കുറിച്ച് അള്ളാഹു പറയുകയാണ്, അവൻ ജഅല ലക്കുമുൽ അർള ഫിറാശൻ, ഭൂമിയെ നിങ്ങൾക്കൊരു വിരിപ്പാക്കി തന്ന, മെത്തയാക്കി തന്നവനാണവൻ. എന്താണ് ഭൂമി മെത്തയാക്കുക എന്ന് പറഞ്ഞാൽ? ഭൂമി ഇഷ്ടാനുസരണം ഉപയോഗിക്കാൻ സാധിക്കുന്ന രൂപത്തിൽ അള്ളാഹു ഒരുക്കി തന്നിട്ടുണ്ട്. ഒരു വിരിപ്പ് പോലെ, മെത്ത പോലെ, ഒരു കിടക്ക പോലെ, അതൊരാൾക്ക് ഇഷ്ടാനുസരണം ഉപയോഗിക്കാം എന്നതുപോലെയാണ് ഭൂമി അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. ഭൂമിയിലൂടെ നടക്കാം, നേരത്തെ പറഞ്ഞതുപോലെ. ഭൂമി നമ്മെയും കൊണ്ട് ഇളകുന്നില്ല. ഭൂമിയിൽ ഓരോരുത്തർക്കും സൗകര്യപ്രദമായ രൂപത്തിൽ അള്ളാഹു ഒരുക്കി തന്നിട്ടുണ്ട്. നോക്കൂ, നടന്നു പോകുന്ന വഴി പോലെയല്ല കൃഷി ചെയ്യുന്ന ഭൂമി. പാടവും റോഡും ഒരുപോലെയാണോ? അല്ല, വ്യത്യാസമുണ്ട്. കല്ലുകൾ, അതുപോലെയുള്ള പാറക്കല്ലുകൾ കൊത്തിയെടുക്കാൻ സാധിക്കുന്ന രൂപത്തിലും ഭൂമിയിൽ ചില പ്രദേശങ്ങൾ നമുക്ക് കാണാം. ഇങ്ങനെ ഓരോന്നിനും സൗകര്യപ്രദമായ രൂപത്തിലാണ് അള്ളാഹു ഭൂമി സംവിധാനിച്ചിട്ടുള്ളത്. അതാണ് ഭൂമി മെത്തയാക്കി, വിരിപ്പാക്കി എന്ന് പറഞ്ഞാൽ. വസ്സമാഅ ബിനാഅൻ, ആകാശം മേൽക്കൂരയാക്കി തന്നു. കാണാൻ പ്രത്യക്ഷമായ ഒരു തൂണ് പോലുമില്ലാതെ വിശാല വിസ്തൃതമായി പരന്നു കിടക്കുകയാണ് ആകാശം, ഒരു മേൽക്കൂര പോലെ, കാണാൻ ഭംഗിയുള്ള രൂപത്തിൽ. വഅൻസല മിനസ് സമാഇ മാഅൻ, ആകാശത്ത് നിന്ന് അല്ലാഹു സമൃദ്ധമായി വെള്ളമിറക്കി തന്നു, മഴ. ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും, നമ്മുടെ തെളിവിന്റെ ഭാഗം. ആ മഴ മുഖേന അല്ലാഹു കായ്കനികൾ, സസ്യലതാദികൾ, ഫലവർഗങ്ങൾ മുളപ്പിച്ച് നൽകുകയും ചെയ്തു, ഉൽപ്പാദിപ്പിച്ച് നൽകുകയും ചെയ്തിരിക്കുന്നു. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മാത്രം ആരാധിക്കണം എന്ന് കൽപ്പിച്ചിട്ട് എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞത്? ഇതാ ഈ കാരണങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ്. അവനാണ് ഭൂമിയെ ഈ രൂപത്തിൽ സംവിധാനിച്ചത്. അവനാണ് ആകാശത്തെ ഈ രൂപത്തിൽ സംവിധാനിച്ചത്. അവനാണ് മഴ വർഷിപ്പിച്ച് നൽകുന്നത്. ഇതൊക്കെ അള്ളാഹു അല്ലാത്ത മറ്റാരെങ്കിലും ചെയ്യുന്നു എന്ന് ബുദ്ധിയുള്ള ഒരാളും പറയുകയില്ല, ഒരാൾക്കും അതിന് സാധിക്കുകയില്ല. നിങ്ങൾ നോക്കൂ, മഴയില്ല എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? മഴയില്ല എങ്കിൽ കൃഷി ഉണ്ടാവുകയില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ
ഒന്നല്ലെങ്കിൽ നേർക്ക് നേരെ ഭൂമിയിൽ നിന്ന് മുളച്ചു പൊന്തിയ ഫലവർഗങ്ങൾ, സസ്യങ്ങൾ അതുപോലെയുള്ളതാണ് കഴിക്കുന്നത്, അല്ലേ? ധാന്യം, പച്ചക്കറികൾ, പഴവർഗങ്ങൾ. ഇത് അള്ളാഹു സമൃദ്ധമായി മഴ വർഷിപ്പിച്ച് നൽകിയതിന് ശേഷം ഉണ്ടായിത്തീരുന്ന കായ്കനികളാണ്, സസ്യലതാദികളാണ്, ഫലവർഗങ്ങളാണ്. ഒന്നല്ലെങ്കിൽ അത് നേർക്ക് നേരെ അതാണ് ഭക്ഷിക്കുക, അതല്ലെങ്കിലോ അത് ഭക്ഷിച്ച് ജീവിക്കുന്ന മൃഗത്തിൽ നിന്നും അതിന്റെ മാംസം ഭക്ഷിക്കും. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റിസ്ക് ഒരുക്കി തന്നിരിക്കുന്നു. എന്നിട്ട് അള്ളാഹു അതാ ആദ്യത്തെ വിലക്ക് ഏർപ്പെടുത്തുന്നു. എന്താണ് ആദ്യത്തെ വിലക്ക്? ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ, നിങ്ങൾ അള്ളാഹുവിന് പുറമെ മറ്റൊരു സമന്മാരെയും നിശ്ചയിക്കരുത്, മറ്റൊരാളെയും നിങ്ങൾ ആരാധിക്കരുത്. വഅൻതും തഅലമൂൻ, മേൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കി എന്നിരിക്കെ. നിങ്ങൾക്കറിയാം, നിങ്ങളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ് എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ് നിങ്ങൾക്കറിയാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഈ ഔദാര്യങ്ങളൊക്കെ ചെയ്തു തന്നത് അള്ളാഹുവാണ് എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ആ റബ്ബിനെ മാത്രം ആരാധിക്കുകയും അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യുക എന്നത് അള്ളാഹു അറിയിക്കുകയാണ്. നോക്കൂ, ഇവിടെ അള്ളാഹു റിസ്ക് പറഞ്ഞുകൊണ്ട് അവനെ മാത്രം ആരാധിക്കണം, അവനല്ലാത്തവരെ ആരാധിക്കരുത് എന്ന് പറഞ്ഞതായി കാണാം. ഇനി നിങ്ങൾ നോക്കൂ, അള്ളാഹു റബ്ബുൽ ആലമീൻ അവന്റെ റിസ്ക്, അവൻ ഭക്ഷണം നൽകി, ഉപജീവനം നൽകി എന്നു പറഞ്ഞുകൊണ്ട് അവന് പുറമെ ആരാധിക്കപ്പെടുന്ന എന്തൊക്കെയുണ്ടോ, ആരൊക്കെയുണ്ടോ, അതിനെയൊക്കെ ബാത്തിലാക്കി കളയുന്നതായി നമുക്ക് കാണാം. അവർക്കൊന്നും ആരാധനക്ക് അർഹതയില്ല എന്ന് ഈ ഒരു കാര്യം വെച്ചുകൊണ്ട് അള്ളാഹു പറയുന്നതായി നമുക്ക് കാണാം. സൂറത്ത് റൂമിൽ നമുക്ക് കാണാം, അള്ളാഹു പറഞ്ഞു, അല്ലാഹുല്ലദീ ഖലഖകും, അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, സുമ്മ റസഖകും, ശേഷം നിങ്ങൾക്ക് ഉപജീവനം നൽകിയത്, ഭക്ഷണം നൽകിയത് അള്ളാഹുവാണ്, സുമ്മ യുമീതുകും, എന്നിട്ട് അള്ളാഹുവാണ് നിങ്ങളെ മരിപ്പിക്കുന്നവൻ, സുമ്മ യുഹീകും, ശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്, പിന്നീട് ജീവിപ്പിക്കുന്നത് അള്ളാഹുവാണ്. നോക്കൂ, ഇവിടെ അള്ളാഹു പറഞ്ഞത് അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ, എന്നിട്ട് അള്ളാഹു ഭക്ഷണം നൽകി. ചിന്തിച്ചു നോക്കൂ, മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ തുടക്കം എന്താണ്? മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ തുടക്കം ഒരു ഇന്ദ്രിയ തുള്ളിയിൽ നിന്നാണ് മനുഷ്യൻ, അവന്റെ തുടക്കം. പിന്നീട് ഒരു മാതാവിന്റെ ഗർഭാശയത്തിൽ ഇതിങ്ങനെ വളരുകയാണ്. 4 മാസം തികഞ്ഞാൽ അള്ളാഹു അതിന് ആത്മാവ്, റൂഹ് ഊതും. ആ അവസ്ഥയിൽ പിന്നീട് 9 മാസം ശേഷം കുറച്ച് ദിവസങ്ങൾ ഒരു മാതാവിന്റെ വയറ്റിൽ ആ കുഞ്ഞ് കഴിയുകയാണ്. ചിന്തിച്ചു നോക്കൂ, അള്ളാഹു സൃഷ്ടിച്ചു, എന്നിട്ട് അള്ളാഹു ഉപജീവനം നൽകുന്നു. അള്ളാഹു അല്ലാത്ത ആരാണ് ആ കുഞ്ഞിന് ഉപജീവനം നൽകിയത്? അതും എങ്ങനെയാണ് നൽകിയത് നോക്കൂ നിങ്ങൾ. ഒരൊറ്റ വഴിയാണ്. ഏതാണ് ഒരു വഴി? ഒരു മാതാവിൻ്റെയും കുഞ്ഞിൻ്റെയും ഇടയിലുള്ള ഭക്ഷണം അത് ലഭിക്കുന്നത് ഒരൊറ്റ വഴിയിലൂടെയാണ്, പൊക്കിൾക്കൊടിയിലൂടെ. പൊക്കിൾക്കൊടിയിലൂടെയാണ് മാതാവിൽ നിന്നും ഭക്ഷണം ഈ കുഞ്ഞിലേക്ക് എത്തുന്നത്. പിന്നീട് ഈ കുഞ്ഞ് പുറത്തേക്ക് വന്നാൽ, ആ മാതാവ്, ഉമ്മ പ്രസവിച്ചു കഴിഞ്ഞാൽ അല്ലാഹു അതാ ആ മാതാവിൻ്റെ പാല് ഈ കുഞ്ഞിന് നൽകുകയാണ്. പിന്നീട് വീണ്ടും അത് വളരുന്നതിനനുസരിച്ച് അള്ളാഹു അതിന്റെ റിസ്ക്, ഉപജീവനം വിശാലമാക്കി കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, നോക്കൂ നിങ്ങൾ, അള്ളാഹു സൃഷ്ടിക്കുകയും അള്ളാഹു ഭക്ഷണം നൽകുകയും ചെയ്യുന്നു. അത്ഭുതകരമാണ്. അള്ളാഹു മരിപ്പിക്കുകയും അള്ളാഹു പിന്നീട് ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു പറയുകയാണ്, ഹൽ മിൻ ശുറകാഇകും മൻ യഫ്അലു മിൻ ദാലികും മിൻ ഷൈ, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന, നിങ്ങളുടെ പങ്കുകാരായി നിങ്ങൾ നിശ്ചയിച്ച ആരെങ്കിലും
ഇതിൽ നിന്ന് വല്ലതും ചെയ്യുന്നവരായിട്ടുണ്ടോ? ഒന്നല്ലെങ്കിൽ സൃഷ്ടിക്കുക, ആരുമില്ല. അതല്ലെങ്കിൽ ഭക്ഷണം നൽകുക, ആരുമില്ല. മരിപ്പിക്കുക ഒരു ഇലാഹിനും സാധ്യമല്ല, ഒരു ആരാധ്യ വസ്തുവിനും സാധ്യമല്ല. പിന്നീട് ഉയർത്തെഴുന്നേൽപ്പിക്കുക സാധ്യമല്ല. അള്ളാഹു ശിർക്ക്, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സകല ഇലാഹുകളെയും അള്ളാഹുവിൻ്റെ ഉപജീവനമടക്കമുള്ള ഈ കാര്യം പറഞ്ഞുകൊണ്ട് പൊളിച്ചു കളയുകയാണ്. ഇതിൽ നിന്ന് വല്ലതും ചെയ്യുന്ന ആരെങ്കിലും, വല്ലതും, എല്ലാം ചെയ്യേണ്ട, ഏതെങ്കിലും ഒന്നും ഒരാളുമില്ല. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ, അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിൽ നിന്നും അള്ളാഹു പരിശുദ്ധനായിരിക്കുന്നു. അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുകയാണ്. അള്ളാഹുവിന് അനുയോജ്യമല്ല അവനൊരു പങ്കാളി ഉണ്ടാവുക എന്നത്. അള്ളാഹുവിന് അനുയോജ്യമല്ല അവനൊരു സഹായി ഉണ്ടാവുക എന്നുള്ളത്. അള്ളാഹുവിന് അനുയോജ്യമല്ല അവനൊരു സന്താനം ഉണ്ടാവുക എന്നുള്ളത്. അള്ളാഹുവിന് അനുയോജ്യമല്ല അവനൊരു ഇണയുണ്ടാവുക എന്നുള്ളത്. അള്ളാഹു അൽ അഹദാൻ, അള്ളാഹു സ്വമദാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധിയെ അള്ളാഹു പുകഴ്ത്തുകയാണ്, വാഴ്ത്തുകയാണ്. ഇനി നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹു റബ്ബുൽ ആലമീൻ മറ്റൊരായത്തിൽ പറഞ്ഞു. സൂറത്തു ഫാത്തിറിൽ നമുക്ക് കാണാം, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഉദ്കുറു നിഅമതല്ലാഹി അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. എന്താ വാക്ക് നോക്കൂ നിങ്ങൾ. അള്ളാഹുവിൻ്റെ ധാരാളം അനേകം അനുഗ്രഹങ്ങളിൽ കഴിഞ്ഞുകൂടുമ്പോൾ അള്ളാഹു മനുഷ്യരെ മുഴുവനും വിളിക്കുകയാണ്. മനുഷ്യരെ എന്നാണ് വിളിച്ചത്, മുഅ്മിനീങ്ങളെ എന്നല്ല, എല്ലാവർക്കും ഇത് ബാധകമാണ്. കാരണം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കാത്ത ആരും തന്നെയില്ല. അള്ളാഹുവിനെ നിഷേധിക്കുന്ന മതനിഷേധിയായ നിരീശ്വരവാദിയായ മനുഷ്യന് പോലും അള്ളാഹു അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അള്ളാഹു കൊടുത്ത അനുഗ്രഹമാകുന്ന നാവിലൂടെയാണ് അവൻ പറയുന്നത് അള്ളാഹു ഇല്ല എന്ന്. ഏത് നാവാണ് ഉപയോഗിക്കുന്നത്? അള്ളാഹു നൽകിയ നാവാണത്. അലം നജഅൽ ലഹു ഐനൈനി വലിസാനം വശഫതൈൻ, മനുഷ്യന് നാം രണ്ട് കണ്ണുകൾ നൽകിയില്ലേ, രണ്ട് ചുണ്ടുകളും ഒരു നാവും നൽകിയില്ലയോ? അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം ഉപയോഗിച്ചുകൊണ്ടാണ് അള്ളാഹുവിനെ നിഷേധിക്കുന്നത്. അള്ളാഹു കൊടുത്ത മറ്റനേകം അനുഗ്രഹങ്ങൾ കൊണ്ടാണ് അവൻ അള്ളാഹുവിനെ ധിക്കരിക്കുന്നത്. എന്നിട്ടും അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകുകയാണ്. അള്ളാഹു പറയുകയാണ്, മനുഷ്യരെ, നിങ്ങൾ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കുക. ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹി യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, അള്ളാഹുവിന് പുറമെ ആകാശങ്ങളിലോ ഭൂമിയിലോ നിങ്ങൾക്ക് ഉപജീവനം നൽകാൻ മറ്റു വല്ല സൃഷ്ടാവുമുണ്ടോ? എന്താ ചോദ്യം നോക്കൂ നിങ്ങൾ. ആകാശങ്ങളിലോ ഭൂമിയിലോ, ആകാശഭൂമികളിൽ നിന്ന് നിങ്ങൾക്ക് ഉപജീവനം നൽകാൻ അള്ളാഹു അല്ലാത്ത മറ്റു വല്ല സൃഷ്ടാവുമുണ്ടോ? ലാ ഇലാഹ ഇല്ലാഹുവ, അള്ളാഹു അല്ലാതെ, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ഫഅന്നാ തുഫകൂൻ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ തെറ്റിപ്പോകുന്നത്? ചിന്തിച്ചു നോക്കൂ. അള്ളാഹു അല്ലാത്ത മറ്റു വല്ല ഇലാഹുകളും വല്ല സൃഷ്ടാവും വല്ല ഖാലിഖും ഉണ്ടോ നിങ്ങൾക്ക് ഭക്ഷണം നൽകാൻ? ആരുമില്ല എന്ന് നിങ്ങൾക്കറിയാം. എന്നിട്ടും നിങ്ങൾ എങ്ങനെയാണ് തെറ്റിപ്പോകുന്നത്? നിങ്ങൾ അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന ആളുകളോടുള്ള റബ്ബിന്റെ ചോദ്യമാണിത്. നിങ്ങൾ എങ്ങനെയാണ് തെറ്റിപ്പോകുന്നത്? ഇനി സഹോദരങ്ങളെ, അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹുവിന്റെ റിസ്ക് പല രൂപത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവൻ നൽകിയതിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കുക. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനുകളെ, അൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ ബൈഉൻ ഫീഹി വലാ ഖുല്ലത്തുൻ വലാ ശഫാഅത്തുൻ, ഒരു ദിവസം വരാനിരിക്കുന്നു. എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? അന്നൊരു കച്ചവടമോ അതല്ലെങ്കിൽ ഒരു
ഉറ്റ സുഹൃത്ത് ബന്ധമോ അല്ലെങ്കിൽ ഒരു ശുപാർശയോ ഒന്നും ഉപകാരപ്പെടാത്ത ഒരു ദിവസമാണ്. ആ ദിവസം വന്നെത്തുന്നതിന് മുന്നേ നിങ്ങൾക്ക് അള്ളാഹു നൽകിയ ഉപജീവനത്തിൽ നിന്ന്, റിസ്കിൽ നിന്ന് നിങ്ങൾ ചിലവഴിച്ചു കൊള്ളുക. നോക്കൂ, അള്ളാഹു നമുക്ക് ഉപജീവനം നൽകി, അള്ളാഹു ഭക്ഷണം നൽകി, മറ്റുള്ള സൗകര്യങ്ങൾ നൽകി. അതിൽ നിന്ന് നമ്മോട് അള്ളാഹു ചിലവഴിക്കാൻ കൽപ്പിച്ചിരിക്കുകയാണ്. പിശുക്ക് കാണിക്കേണ്ടതില്ല, ചിലവഴിച്ചോളൂ. കാരണം അള്ളാഹു ആണ് റിസ്ക് നൽകുന്നവൻ. സ്വതക്ക നൽകാനുള്ള പ്രേരണയാണിത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കാനുള്ള പ്രേരണയാണിത്. ഉള്ളതിൽ നിന്ന് ചിലവഴിക്കാൻ അള്ളാഹു കൽപ്പിക്കുകയാണ് അവന്റെ മാർഗത്തിൽ. അതുപോലെ മറ്റൊരു സന്ദർഭത്തിൽ അള്ളാഹു നൽകിയ റിസ്കിന്റെ കാര്യത്തിൽ അവന് നന്ദി കാണിക്കാൻ പറയുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനുകളെ, കുലു മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഭക്ഷണത്തിൽ നിന്നും വിശിഷ്ടമായത് നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക. വഷ്കുറു ലില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന് നന്ദി കാണിക്കുകയും ചെയ്യുക. ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അവനെയാണ് ആരാധിക്കുന്നത് എങ്കിൽ. നോക്കൂ, അള്ളാഹു നൽകിയ ഉപജീവനം, ഭക്ഷണം, അതിന് നാം നന്ദി കാണിക്കേണ്ടതുണ്ട്. നന്ദി കേട് കാണിക്കരുത്. അത് അള്ളാഹു എടുത്തു പറയുകയാണ്. അതുപോലെ അള്ളാഹു മറ്റൊരു സ്ഥലത്ത് റിസ്കിന്റെ കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ഒരാൾ ദാരിദ്ര്യം ഭയന്നുകൊണ്ട് തൻ്റെ മക്കളെ കൊലപ്പെടുത്തേണ്ടതില്ല. അള്ളാഹു വിലക്കിയിരിക്കുന്നു. വലാ തഖ്തുലൂ ഔലാദകും ഖശിയത ഇംലാഖിൻ, നിങ്ങൾ നിങ്ങളുടെ സന്താനങ്ങളെ, മക്കളെ ദാരിദ്ര്യം ഭയന്നുകൊണ്ട് കൊന്നുകളയരുത്. നഹ്നു നർസുഖുഹും വ ഇയ്യാകും, നാം ആണ് അവർക്കും നിങ്ങൾക്കും ഭക്ഷണം നൽകുന്നവൻ. മറ്റൊരായത്തിൽ അല്ലാഹു നഹ്നു നർസുഖുകും വ ഇയ്യാഹും, നിങ്ങൾക്കും അവർക്കും എന്ന് പറഞ്ഞതായി കാണാം. അപ്പൊ അള്ളാഹു റിസ്ക് നൽകുന്നവനാണ്, അവനാണ് റിസ്ക് നൽകുന്നവൻ, അവന്റെ കൈകളിലാണ് റിസ്ക്. ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് അള്ളാഹു വിലക്കിയ ഈ കാര്യം നിങ്ങൾ ചെയ്തു പോകരുത് എന്ന് അള്ളാഹു പറയുകയാണ്. സന്താന സൗഭാഗ്യങ്ങൾ അള്ളാഹു നൽകുമ്പോൾ ദാരിദ്ര്യം ഭയന്നുകൊണ്ട് അത് തടയരുത് എന്നാണ് ഈ പറഞ്ഞത്. നിങ്ങൾക്ക് അള്ളാഹു ഉപജീവനം നൽകിയിട്ടുണ്ടോ എങ്കിൽ നിങ്ങളുടെ മക്കൾക്കും അള്ളാഹു ഉപജീവനം നൽകും. മക്കൾ കൂടിപ്പോയി അതുകൊണ്ട് ഇനി പട്ടിണിയിലായി പോകും, ദാരിദ്ര്യത്തിലായി പോകും എന്നാരും വിചാരിക്കേണ്ടതില്ല. അത് വിചാരിച്ചിട്ട് മക്കളെ നിങ്ങൾ കൊന്നുകളയേണ്ടതില്ല, അവരെ നിങ്ങൾ ഇല്ലായ്മ ചെയ്യേണ്ടതില്ല. മറിച്ച് ഉപജീവനം, ഭക്ഷണം അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്. പല ആളുകളും ചിലവ് ഭയന്നുകൊണ്ട് സന്താന സൗഭാഗ്യം ചുരുക്കുന്നതായി കാണാം. 1 2 മതി, കുറെ ആകുമ്പോൾ കുറെ ചെലവ് കൂടുതലാണ് എന്ന് പല ആളുകളും പറയും. പാടില്ല. അള്ളാഹു സന്താന സൗഭാഗ്യം നൽകിയിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കുക. ശരിയാണ്, മക്കളുടെ തർബിയത്ത്, അവരുടെ പരിപാലനം വിഷയമാണ്. എന്നാൽ ദാരിദ്ര്യം ഭയന്നുകൊണ്ട് ഒരിക്കലും അള്ളാഹു നൽകിയ സന്താന സൗഭാഗ്യം ഇല്ലാതാക്കി കളയരുത്. ഗർഭം ധരിച്ചാൽ ചില ആളുകൾ അതിനെ ഇല്ലായ്മ ചെയ്യുന്നതായി കാണാം. അത് ചെയ്യരുത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു. റിസ്കിന്റെ കാര്യം നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, അള്ളാഹു റിസ്ക് ഏറ്റെടുത്തിട്ടുണ്ട്. അതുപോലെ അള്ളാഹു മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, ആരാണോ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത് അവരുടെ ഭക്ഷണം, ഉപജീവനം അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, ആരാണോ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത് അള്ളാഹു അവർക്കൊരു പോം വഴി നൽകുന്നതാണ്. അള്ളാഹുവിനെ നമ്മൾ സൂക്ഷിച്ചോ ഒരിക്കലും നമ്മൾ കുടുങ്ങിപ്പോവുകയില്ല. ഈ ആയത്ത് അതിനുള്ള തെളിവാണ്. ഒരാൾ അള്ളാഹുവിനെ സൂക്ഷിച്ചു, ഒരിക്കലും അയാൾ ഭയപ്പെടേണ്ടതില്ല അയാൾ കുടുങ്ങിപ്പോകുമെന്ന്. ഒരു സ്ഥലത്തും അയാൾ കുടുങ്ങിപ്പോവുകയില്ല, മറിച്ച് അള്ളാഹു രക്ഷപ്പെടുത്തും, അള്ളാഹു സംരക്ഷിക്കും, അള്ളാഹു കാത്തുരക്ഷിക്കും. കാരണം അള്ളാഹു മുത്തഖീങ്ങൾക്ക് അവന്റെ സഹായം
വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മോനെ യഹ്ഫദില്ലാ, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക. യഹ്ഫദ്ക, അള്ളാഹു നിന്നെ സംരക്ഷിക്കും. യഹ്ഫദില്ലാ, വീണ്ടും പറഞ്ഞു, മോനെ നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക. തജിദുഹു തുജാഹക്, അള്ളാഹുവിനെ ഒരു സഹായിയായി നിനക്ക് നിന്റെ മുന്നിൽ കണ്ടെത്താം. സഹോദരങ്ങളെ, ആകാശഭൂമികൾ, ആകാശം പൊട്ടി താഴേക്ക് പതിച്ചു എന്ന് വിചാരിക്കുക. അതിനിടയിൽ ഒരാൾ പെട്ടുപോയി എങ്കിലും അയാൾ അള്ളാഹുവിനെ സൂക്ഷിച്ചോ, അള്ളാഹു അയാളെ രക്ഷപ്പെടുത്തും. സഹാബികളിൽ ചിലർ പറഞ്ഞതുപോലെ. ഇത് പറഞ്ഞ ഉടനെ അള്ളാഹു പറഞ്ഞു, വയർസുഖുഹു, അവന് നാം ഭക്ഷണം നൽകും, ഉപജീവനം നൽകും. മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത രൂപത്തിൽ. ഈ ആയത്തുകളിൽ നമുക്ക് വലിയ പാഠമുണ്ട്. റിസ്ക് ഭയന്നുകൊണ്ടാണ് പല ആളുകളും അള്ളാഹുവിനെ ധിക്കരിക്കാറുള്ളത്. എൻ്റെ ജോലി, എൻ്റെ കൂലി, എൻ്റെ താമസം, എൻ്റെ അധികാരം, എൻ്റെ മറ്റു കാര്യങ്ങൾ, ഇതൊക്കെ പ്രശ്നത്തിലാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പല ആളുകളും അള്ളാഹുവിനെ ധിക്കരിക്കാറുള്ളത്. ദീനിനെതിരായി പലതും ചെയ്യാറുള്ളത്. എന്നാൽ അള്ളാഹു പറയുന്നു, ഒരാൾ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു അയാൾക്ക് എളുപ്പം നൽകും, പോംവഴി നൽകും, രക്ഷപ്പെടാനുള്ള മാർഗം നൽകും. റിസ്ക് അള്ളാഹു അവൻ അറിയാത്ത രൂപത്തിൽ നൽകും. നമ്മൾ പോലും അറിയാതെ നമുക്ക് അള്ളാഹു ഉപജീവനം നൽകും. കുടുങ്ങി പോവുകയില്ല, പട്ടിണിയായി പോവുകയില്ല, പ്രയാസപ്പെട്ടു പോവുകയില്ല എന്നാണ് അള്ളാഹു പറഞ്ഞത്. നോക്കൂ, ഇവിടെ റിസ്കിന്റെ കാര്യത്തിൽ നമ്മൾ ആരെങ്കിലും ഭയപ്പെടുന്നുവെങ്കിൽ ഭയപ്പെടേണ്ടതില്ല. അള്ളാഹുവിനെ സൂക്ഷിക്കുക. അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു റബ്ബുൽ ആലമീൻ രക്ഷപ്പെടുത്തും, സഹായിക്കും. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാരോട് ജോലിയുടെ കാര്യത്തിൽ താടി വടിച്ചുകൊണ്ടുള്ള ജോലിയാണ്, എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അവർ ഫത്വ നൽകിയത്, അതല്ലാത്ത ജോലി ഉണ്ടെങ്കിൽ നീ അന്വേഷിക്കുക. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ഈ ആയത്തുകളാണ് ഓതിക്കൊടുത്തത്. ആര് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവോ അള്ളാഹു അയാൾക്കൊരു പോം വഴി നൽകും. ഒരു ജോലിയില്ലേ, 100 കണക്കിന് ജോലി വേറെയുണ്ട്. ഉപജീവനം മുടങ്ങിപ്പോകുമെന്നാണോ നീ വിചാരിക്കുന്നത്? നീ പേടിക്കേണ്ടതില്ല. ഉപജീവനം അള്ളാഹുവാണ് ഏറ്റെടുത്തത്. നേരത്തെ നമ്മൾ ആയത്ത് കേട്ടു, ഒമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഭൂമിയിൽ ഏതൊരു ജന്തുവുണ്ടോ, അള്ളാഹു പടച്ച ഏതൊരു പടപ്പുണ്ടോ, അതിന്റെ ഉപജീവനം അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു. ഭയപ്പെടേണ്ടതില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടുള്ള വല്ല ജോലിയുമാണെങ്കിൽ, അങ്ങനെയുള്ള വല്ല കാര്യവുമാണെങ്കിൽ അതിൽ നിന്ന് മാറി നിന്നാൽ അള്ളാഹു സഹായിക്കും. എത്ര ആളുകളുടെ അനുഭവങ്ങളുണ്ട്. ഒരുപാട് ആളുകൾക്ക് അനുഭവങ്ങൾ പറയാനുണ്ട്. ദീൻ പാലിക്കാൻ, ദീനിന്റെ ചിഹ്നങ്ങൾ പാലിക്കാൻ പ്രയാസമുള്ള സ്ഥലങ്ങളിൽ നിന്ന് അത് വേണ്ടെന്ന് വെച്ച് മറ്റൊരു ജോലി അന്വേഷിച്ചപ്പോൾ ഇസ്സത്തോടുകൂടി ദീനിന്റെ എല്ലാ അടയാളങ്ങളും പാലിച്ചുകൊണ്ട് ജോലി ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുകയുണ്ടായി. ഒരുപാട് ആളുകൾക്ക് അത്തരം അനുഭവങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ നോക്കൂ, അള്ളാഹുവാണ് റസ്സാഖ്, അള്ളാഹുവാണ് റാസിഖ്. നമ്മുടെ റിസ്ക്, അതിന്റെ കാര്യത്തിൽ നമ്മൾ ഭയപ്പെടേണ്ടതില്ല. നമ്മൾ തഖ്വ പാലിച്ചാൽ, തഖ്വയിലായി ജീവിച്ചാൽ അള്ളാഹു നമ്മുടെ ഉപജീവനം ഏറ്റെടുത്തിരിക്കുന്നു. എന്ന് നിങ്ങൾ നോക്കൂ, ഈമാനും അമലു സാലിഹാത്തും ആര് മുറുകെ പിടിച്ചോ അവർക്ക് അള്ളാഹു റിസ്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു, ഫല്ലദീന ആമനു വഅമിലു സാലിഹാതി ലഹും മഗ്ഫിറത്തുൻ വറിസ്ഖുൻ കരീം. ഏതൊരു കൂട്ടരാണോ ഈമാൻ സ്വീകരിച്ചത്, വിശ്വാസികളായത്, അതോടൊപ്പം സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചത്, ലഹും മഗ്ഫിറ, അവർക്ക് പാപമോചനമുണ്ട്, അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. വരിസ്ഖുൻ കരീം, അവർക്ക് മാന്യമായ ഭക്ഷണം, ഉപജീവനം അള്ളാഹു നൽകും.
അപ്പൊ നോക്കൂ, ഈമാൻ എന്നത്, അമലു സ്വാലിഹാത്ത് എന്നത്, സൽക്കർമ്മങ്ങൾ എന്നുള്ളത് ഉപജീവനത്തിൽ വിശാലത ലഭിക്കാൻ അല്ലെങ്കിൽ ഉപജീവനം ലഭിക്കാൻ കാരണമാണ്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈമാനുള്ളവരായി തീരുക, നമ്മൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക. റിസ്ക് അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട്. അവസാനത്തെ ഒരു ഉരുള, ഒരു തുള്ളി, അത് നമ്മുടെ ഖദറിലുണ്ടെങ്കിൽ, അള്ളാഹു നമുക്ക് തീരുമാനിച്ചതാണെങ്കിൽ അതും കഴിച്ചിട്ടേ, അതും കുടിച്ചിട്ടേ നമ്മൾ മരിക്കുകയുള്ളൂ. ഒരു സംശയം വേണ്ടതില്ല. പണ്ഡിതന്മാരിൽ ചിലർ ഒരു സംഭവം പറഞ്ഞതായി കാണാം. ഒരാൾ അറിയാതെ കാല് തെറ്റി ഒരു കുഴിയിലേക്ക് വീണു. മകൻ ആളുകൾ കണ്ടു, അയാളെ രക്ഷപ്പെടുത്തി മുകളിലേക്ക് കൊണ്ടുവന്ന ഉടനെ അയാൾക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് പാല് കൊടുത്തു. അത് കുടിച്ച് അയാൾ ഇരിക്കുമ്പോൾ വീണ്ടും കാല് തെന്നി അയാൾ വീഴുകയുണ്ടായി. ആ വീഴ്ചയിൽ അയാൾ മരിച്ചു. നോക്കൂ, ഇത് പറഞ്ഞിട്ട് പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, അയാളുടെ റിസ്ഖിൽ ആ ഒരു ഗ്ലാസ് പാല് കൂടി ഉണ്ടായിരുന്നു. അത് കുടിക്കാനാണ് അയാൾ ആദ്യം വീണ വീഴ്ചയിൽ മരിക്കാതെ കയറി വന്നത്. അള്ളാഹു റിസ്ക് ഏറ്റെടുത്തിട്ടുണ്ട്. നമുക്ക് കിട്ടേണ്ടതാണോ നമുക്ക് കിട്ടും. അത് വേറൊരാളും തട്ടിപ്പറിച്ചു കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. അള്ളാഹു ഓരോരുത്തർക്കും റിസ്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4 മാസമാകുമ്പോൾ, നേരത്തെ പറഞ്ഞില്ലേ, റൂഹ് ഊതും. ആ സമയത്ത് നമ്മുടെ ആയുസ്, നമ്മുടെ ഉപജീവനം, നമ്മുടെ കർമ്മങ്ങൾ, നമ്മൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ, ഇതൊക്കെ രേഖപ്പെടുത്തപ്പെടും. അത് അല്ലാഹു ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിന്റെ 50,000 വർഷങ്ങൾക്ക് മുന്നേ രേഖപ്പെടുത്തിയതാണ്. അതുകൊണ്ട് അത് കിട്ടിയിട്ടേ നമ്മൾ പോവുകയുള്ളൂ. ആ റിസ്കിന് വേണ്ടി ഓടിയിട്ട് നമ്മുടെ ഈമാനും അമലു സാലിഹാത്തും ഫസാദായി പോയാൽ റിസ്ക്കും ഉണ്ടാവില്ല, ഇതുണ്ടാവില്ല. ഖസിറ ദുനിയ വൽ ആഖിറ, ദുനിയാവും ആഖിറത്തും നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഈമാനും അമലു സാലിഹാത്തും ഒരാൾ മുറുകെ പിടിച്ചാൽ അതിനുള്ള പ്രതിഫലമാണ് അള്ളാഹു വാഗ്ദാനം ചെയ്തത്. പാപമോചനവും മാന്യമായ റിസ്ക്കും ഭക്ഷണവും. നിങ്ങൾ നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു ഹലാലാക്കിയ റിസ്ക്, ഉപജീവനം ഹറാമാക്കുന്നവരെ ആക്ഷേപിച്ചിരിക്കുന്നു. ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദിഹി വത്തയ്യിബാതി മിനർ റിസ്ക്. ചോദിക്കുക, അള്ളാഹു അവന്റെ അടിമകൾക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള വിശിഷ്ടമായ കാര്യങ്ങൾ, ദുനിയാവിലെ അലങ്കാരങ്ങൾ, ഭക്ഷണം, ഉപജീവനം, അതാരാണ് അവർക്ക് ഹറാമാക്കുന്നത്? അവർക്ക് ഹറാമാക്കാൻ ആരാണുള്ളത്? അള്ളാഹു നമുക്ക് ഹലാലാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ആരെങ്കിലും ഹറാമാക്കുകയാണെങ്കിൽ അള്ളാഹു അവരെ ആക്ഷേപിക്കുകയാണ്. ഉദാഹരണത്തിന്, ജാഹിലിയത്തിന്റെ സംസ്കാരത്തിൽപ്പെട്ടതായിരുന്നു അവർ ചില മൃഗങ്ങളെ അവരുടെ ഇലാഹുകൾക്ക് വേണ്ടി നേർച്ച നേർന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾക്ക് ഭക്ഷിക്കാൻ നൽകുകയില്ല. ഇന്നും അത് നമുക്ക് കാണാം. അള്ളാഹു ഹലാലാക്കിയതാണ് അത്തരം മാംസവും അത്തരം മൃഗങ്ങളും. അതിനെ ഹറാമാക്കാൻ ആരാണുള്ളത് എന്നാണ് അള്ളാഹു ചോദിച്ചത്. അതുപോലെ അങ്ങനെ പല കാര്യങ്ങളും അള്ളാഹു അവന്റെ അടിമകൾക്ക് ഹലാലാക്കിയ ഉപജീവനം, വിശിഷ്ടമായ ഭക്ഷണം, അതുപോലെയുള്ള കാര്യങ്ങൾ, അത് ഹറാമാക്കുന്നവരെ അള്ളാഹു ആക്ഷേപിച്ചിരിക്കുന്നു. അതുപോലെ സഹോദരങ്ങളെ നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് റിസ്ക്, ഹലാലായ റിസ്ക്, ഉപജീവനം, ഭക്ഷണം, അതന്വേഷിച്ച് അതിനുവേണ്ടി പ്രയത്നിക്കാൻ കൽപ്പിച്ചിരിക്കുന്നു. സൂറത്തുൽ മുൽക്കിൽ അള്ളാഹു പറഞ്ഞു, ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിർ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ. നിങ്ങൾ ഭൂമിയുടെ ചുമലിലൂടെ നടന്നുകൊള്ളുക,
എന്നിട്ട് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ റിസ്കിൽ നിന്നും നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക. ഭൂമിയുടെ ചുമലിലൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഉപജീവനം അന്വേഷിച്ച് ചെല്ലുക. ജോലിയോ കച്ചവടമോ കൂലിയോ എന്താണെന്ന് വെച്ചാൽ അത് അള്ളാഹു നമ്മോട് കൽപ്പിക്കുകയാണ്. എന്നിട്ട് അതിൽ നിന്ന് ഭക്ഷിക്കാൻ അള്ളാഹു പറയുകയാണ്. വഇലൈഹിൻ നുശൂർ, അതോടൊപ്പം അള്ളാഹു അവനിലേക്കാണ് മടങ്ങിപ്പോകേണ്ടത് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പൊ നോക്കൂ, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ റിസ്കുമായി ബന്ധപ്പെടുത്തി പല കാര്യങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മെ അറിയിക്കുന്നത് എന്താണ്? അള്ളാഹു ആണ് അർ-റാസിഖ് അർ-റസാഖ്. അള്ളാഹു ആണ് എല്ലാവർക്കും ഉപജീവനം നൽകുന്നത്. അവന്റെ കൈകളിലാണ് റിസ്ക്. അവനാണ് റിസ്ക് നിശ്ചയിക്കുന്നത്. അള്ളാഹുവിന്റെ റിസ്ക് എന്നത്, ഭക്ഷണം എന്നത്, ഉപജീവനം എന്നത് അത് രണ്ട് രൂപത്തിലാണ്. ഒന്നാമത്തേത് റിസ്ഖുൻ ആമ്മ, പൊതുവായ റിസ്ക്. അതിൽ വിശ്വാസിയും അവിശ്വാസിയും നന്മ ചെയ്യുന്നവനും തിന്മ ചെയ്യുന്നവനും എല്ലാവരും ഉൾക്കൊള്ളും. എല്ലാവർക്കും അള്ളാഹു നൽകുന്ന പൊതുവായ ഉപജീവനം, ഭക്ഷണം. അതാണ് അള്ളാഹു പറഞ്ഞത്, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹ. ഭൂമിയിൽ ഏതൊരു ജന്തുവുണ്ടോ അതിന്റെ ഉപജീവനം അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു. ഇത് റിസ്ഖുൽ അബ്ദാൻ, ശരീരത്തിനുള്ള ഉപജീവനമാണ്, ജീവിക്കാൻ ആവശ്യമായ ഉപജീവനം. അത് അള്ളാഹു എല്ലാവർക്കും നൽകും. എല്ലാവർക്കും അള്ളാഹു നൽകും. അതിൽ അള്ളാഹുവിനെ വിശ്വസിച്ചവരെന്നോ വിശ്വസിക്കാത്തവരെന്നോ ഒരു വ്യത്യാസവുമില്ല. നേരത്തെ പറഞ്ഞില്ലേ, അള്ളാഹുവിനെ നിഷേധിക്കാൻ അള്ളാഹു അങ്ങനെയുള്ള ആളുകൾക്ക് ഉപജീവനം നൽകുകയാണ്. നേരം പുലർന്ന ഒരു മതനിഷേധി എഴുന്നേറ്റ് കുടിക്കുന്നത് എന്താണ്? അള്ളാഹുവിന്റെ റിസ്ക്കാണ്. ഒരു നിരീശ്വരവാദി അവൻ തിന്നുന്നത് അള്ളാഹു നൽകിയ ഉപജീവനത്തിൽ നിന്നാണ്. എന്നിട്ട് അത് കഴിഞ്ഞ് അവൻ വന്നിരുന്നിട്ട് എന്താണ് പറയാ? ഈ ലോകത്തിനൊരു സൃഷ്ടാവില്ല, ഇതിങ്ങനെ വെറുതെ ഉണ്ടായതാണ് എന്നവൻ പറയാൻ അവന് ഊർജം ലഭിച്ചത് അള്ളാഹു നൽകിയ റിസ്ക്കാണ്. നോക്കണം, അള്ളാഹു എല്ലാവർക്കും ഈ റിസ്ക് നൽകിയിട്ടുണ്ട്. അതൊരിക്കലും അള്ളാഹു അവരെ ഇഷ്ടപ്പെട്ടു തൃപ്തിപ്പെട്ടു എന്നതിന്റെ തെളിവല്ല. ഈ പൊതുവായ റിസ്ക് എന്നത് അള്ളാഹു അവന് ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരും എന്ന കണക്കില്ലാതെ കൊടുക്കും. എല്ലാവർക്കും നൽകും. അതിൽ ഹലാലും ഹറാമും ഒക്കെ ഉണ്ടാകും. മുസ്ലിമീങ്ങൾ അല്ലാത്തവർ ഹലാലായ രൂപത്തിൽ സമ്പാദിക്കുന്നവരുണ്ട്, ഹറാമായ രൂപത്തിൽ സമ്പാദിക്കുന്നവരുണ്ട്, ഹലാലും ഹറാമും കൂടിച്ചേർന്ന് സമ്പാദിക്കുന്നവരുണ്ട്. ഇങ്ങനെ പൊതുവായി അള്ളാഹു എല്ലാവർക്കും ഉപജീവനം, ഭക്ഷണം നൽകും. ദുനിയാവിൽ അങ്ങനെയാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ടവനും ഇഷ്ടപ്പെടാത്തവനും റിസ്ക് നൽകും. അള്ളാഹു പറഞ്ഞില്ലേ, വഖാലു, അവർ പറഞ്ഞു, നഹ്നു അക്സറു അംവാലൻ വ ഔലാദൻ വമാ നഹ്നു ബിമുഅദ്ദബീൻ. നബിമാരെ നിഷേധിച്ച ശത്രുക്കളായ ആളുകൾ അവർ പറയുകയാണെന്ത്? നമ്മൾ ധാരാളം സമ്പത്തും സന്താനങ്ങളും ഒക്കെ ഉള്ള ആളുകളാണ്, നമ്മൾ ശിക്ഷിക്കപ്പെടുകയില്ല. അള്ളാഹു പറയുകയാണ്, ഖുൽ, പറയുക, ഇന്ന റബ്ബി യബ്സുതു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ. തീർച്ചയായും എന്റെ റബ്ബ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനം വിശാലമാക്കി നൽകും, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനം പിടിച്ചു നൽകും. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. എന്നാൽ ജനങ്ങളിൽ അധിക പേരും അതറിയുന്നില്ല, അതിനെക്കുറിച്ച് ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ല. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വമാ അംവാലുക്കും വലാ ഔലാദുക്കും ബില്ലതി തുഖർരിബുക്കും ഇൻദനാ സുൽഫ. നിങ്ങൾ ഈ അഭിമാനത്തോടുകൂടി എടുത്തു പറഞ്ഞ നിങ്ങളുടെ സമ്പത്താകട്ടെ സന്താനങ്ങളാവട്ടെ അതൊന്നും അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്കൊരു സാമീപ്യവും നേടിത്തരികയില്ല. ഇല്ലാമൻ ആമന വഅമില സാലിഹൻ. ആരാണോ വിശ്വസിക്കുന്നത്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്, അവർക്കല്ലാതെ അവരുടെ സ്വത്തും സമ്പത്തും ഉപകാരപ്പെടുകയില്ല. ഫൗലായിക ലഹും ജസാഉ ളിഅഫി ബിമാ അമിലു വഹും ഫിൽ ഗുറുഫാതി ആമിനൂൻ. അവർക്കാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ അവർ പ്രവർത്തിച്ചത് കാരണത്താൽ ഇരട്ടി പ്രതിഫലം നൽകുക. അവർ സ്വർഗത്തിൽ പ്രത്യേകമായുള്ള അവർക്കുള്ള താമസ സ്ഥലത്ത് നിർഭയരായി കഴിയുകയും ചെയ്യും. അപ്പൊ നോക്കൂ, അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത, അള്ളാഹുവിനെ നിഷേധിക്കുന്ന
അള്ളാഹു അല്ലാത്തവർ ആരാധിക്കുന്ന അങ്ങനെയുള്ള ആളുകൾക്ക് ഒരുപക്ഷെ വലിയ സ്വത്തും സമ്പത്തും സൗഭാഗ്യങ്ങളും ഒക്കെ ഉണ്ടാകും. അതിനർത്ഥം അള്ളാഹു അവരെ ഇഷ്ടപ്പെട്ടു, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടു എന്നതല്ല. അതൊന്നും അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു നേട്ടവും നൽകുകയില്ല. നേരെ തിരിച്ചാണ് ഉണ്ടാവുക. അതൊക്കെ അവർക്ക് പരലോകത്ത് എതിരായിത്തീരും. ഒരു കാഫിർ അവൻ 3 രൂപത്തിലാണ് ശിക്ഷിക്കപ്പെടുക പരലോകത്ത്. ഒന്ന്, കൽപ്പനകൾ പാലിക്കാത്തതിൻ്റെ പേരിൽ. രണ്ടാമത്തത്, വിരോധത്തിൽ ഏർപ്പെട്ടതിൻ്റെ പേരിൽ. മൂന്നാമത്തത്, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ചതിൻ്റെ പേരിൽ. അനുഗ്രഹങ്ങൾ അനുഭവിച്ചു, പക്ഷെ നന്ദി കാണിച്ചില്ല. ഈ 3 രൂപത്തിലാണ് ഒരു കാഫിർ ശിക്ഷിക്കപ്പെടുക പരലോകത്ത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നോക്കൂ, അയഹ്സബൂന അന്നമാ നുമിദ്ദുഹും ബിഹി മിൻ മാലിൻ വബനീൻ. അവർക്ക് നാം സമ്പത്തും സന്താന സൗഭാഗ്യവും നീട്ടിക്കൊടുത്തു. അവർ വിചാരിക്കുകയാണോ നുസാരിഉ ലഹും ഫിൽ ഖൈറാത്ത്, അവരുടെ കാര്യത്തിൽ നാം ഒരുപാട് നന്മകളുമായി മുന്നേറുകയാണ് എന്ന്. അവർക്ക് പിന്നെയും പിന്നെ ഇങ്ങനെ കൊടുക്കുന്നത് അവർ അള്ളാഹു തൃപ്തിപ്പെട്ടത് കൊണ്ടാണ് എന്നാണ് അവർ വിചാരിക്കുന്നത്. ബല്ലാ യശ്ഉറൂൻ, അവർ അറിയുന്നില്ല, ഒരു കാര്യം അറിയുന്നില്ല. യഥാർത്ഥത്തിൽ അള്ളാഹു അവർക്ക് നൽകുന്നത് എന്തിനാണ്? അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾക്ക് അള്ളാഹു വീണ്ടും വീണ്ടും നൽകുന്നത് എന്തിനാണ്? പരീക്ഷണമാണത്, ഒരൊറ്റ പിടുത്തം പിടിക്കാനാണ്. അത് കണ്ട് ഒരിക്കലും വഞ്ചിതരായി പോകരുത് എന്നാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, നോക്കൂ, ഒരാൾക്ക് അള്ളാഹു ധാരാളമായി നൽകി, അത് അയാളെ ആദരിച്ചു എന്നതിൻ്റെ തെളിവല്ല. ഒരാൾക്ക് അള്ളാഹു തീരെ നൽകിയില്ല, അള്ളാഹു അയാളെ അവഗണിച്ചു, അപമാനിച്ചു എന്നതിൻ്റെ തെളിവല്ല. അള്ളാഹു പറഞ്ഞില്ലേ, ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ. മനുഷ്യനെ നാം പരീക്ഷിച്ചു കഴിഞ്ഞാൽ, അവന്റെ റബ്ബ് അവനെ പരീക്ഷിച്ചു കഴിഞ്ഞാൽ, അവന് ആദരവും അനുഗ്രഹങ്ങളും ഒക്കെ അള്ളാഹു വാരിക്കോരി നൽകിയാൽ അവൻ പറയും, എന്റെ റബ്ബ് എന്നെ ആദരിച്ചിരിക്കുന്നു. وأما إذا ما ابتلاه فقدر عليه رزقه وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن. അതേപോലെ തന്നെ അള്ളാഹു പറയുകയാണ്, അവനെ നാം റിസ്കിന്റെ കാര്യത്തിൽ ഞെരുക്കം വരുത്തിക്കൊണ്ട് പരീക്ഷിച്ചാൽ അവൻ പറയും, എന്റെ റബ്ബ് എന്നെ നിന്ദിച്ചിരിക്കുന്നു. ഇവിടെ 2 സ്ഥലത്തും അള്ളാഹു പ്രയോഗിച്ച വാക്ക് ഇബ്തില എന്നാണ്. ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു, അനുഗ്രഹം ഒരാൾക്ക് കിട്ടുക എന്നുള്ളത് പരീക്ഷണമാണ്. അങ്ങനെ ഒരാളെ പരീക്ഷിച്ചാൽ, രണ്ടാമത് പറഞ്ഞതോ വഅമ്മാ ഇദാ മബ്തലാഹു, അതേ വാക്കാണ് പ്രയോഗിച്ചത്. ഒരാൾക്ക് അള്ളാഹു നൽകുന്നതും നൽകാതിരിക്കുന്നതും പരീക്ഷണമാണ്. ഖൈറ് കൊണ്ടും ഷർറ് കൊണ്ടും അള്ളാഹു പരീക്ഷിക്കും. അതുകൊണ്ട് അള്ളാഹു ഒരാൾക്ക് കുറെ നൽകി, അള്ളാഹുവിന്റെ അടുക്കൽ ആദരണീയനാണ് നമ്മൾ വിചാരിച്ചു പോകരുത്. ഒരാൾക്ക് അള്ളാഹു നൽകുന്നില്ല, അള്ളാഹു അയാളെ അവഗണിച്ചതോ അപമാനിച്ചതോ അല്ല. രണ്ടും പരീക്ഷണമാണ്. കിട്ടിയിട്ട് നന്ദി കാണിക്കുന്നുണ്ടോ എന്നാണ് കൊടുത്ത ആൾക്കുള്ള പരീക്ഷണം, കിട്ടിയ ആൾക്ക് ഉള്ള പരീക്ഷണം. കിട്ടാതിരുന്നിട്ട് ക്ഷമ കാണിക്കുന്നുണ്ടോ എന്നതാണ് കിട്ടാത്ത ആൾക്കുള്ള പരീക്ഷണം. സുബ്ഹാനല്ലാഹ്. ഇതാണ് സഹോദരങ്ങളെ ഒന്നാമത്തെ റിസ്ക്. പൊതുവായി എല്ലാവർക്കും അള്ളാഹു നൽകുന്ന ഉപജീവനം, ഭക്ഷണം. മുസ്ലിം എന്നോ കാഫിറെന്നോ അനുസരിക്കുന്നവനെന്നോ ധിക്കരിക്കുന്നവനോ നല്ലവനെന്നോ ചീത്ത ആളാണെന്നോ അങ്ങനെ ഒരു പരിഗണനവും ഇല്ലാതെ അള്ളാഹു എല്ലാവർക്കും നൽകും. രണ്ടാമത്തെ റിസ്ക് എന്നത് റിസ്ഖുൻ ഖാസ്, പ്രത്യേകമായ റിസ്ക്. അത് റിസ്ഖുൽ ഖുലൂബ്. നേരത്തെ പറഞ്ഞത് റിസ്ഖുൽ അബ്ദാനാണ്, ശരീരത്തിനുള്ള റിസ്ക്കാണ്, ജീവിക്കാൻ ആവശ്യമുള്ള റിസ്ക്. രണ്ടാമത്തത് ഹൃദയത്തിനുള്ള റിസ്ക്കാണ്. എന്താണ് തമ്മിലുള്ള പ്രത്യേകത? ഹൃദയത്തിന് കിട്ടുന്ന റിസ്ക് എന്നത് അത് അള്ളാഹു എല്ലാവർക്കും കൊടുക്കുകയില്ല. അള്ളാഹു തെരഞ്ഞെടുത്ത അനുഗ്രഹിച്ച
അള്ളാഹു ഔദാര്യം ചൊരിഞ്ഞ ആളുകൾക്ക് അത് കൊടുക്കുകയുള്ളൂ. അതിൽപ്പെട്ടതാണ് എന്ത്? ദുനിയാവിൽ ഈമാൻ നൽകുക എന്നുള്ളത്. അത് റിസ്കിൽപ്പെട്ടതാണ്, ഉപജീവനത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ നാഫിആയ ഉപകാരപ്രദമായ അറിവ് നൽകുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഉപജീവനമാണ്. ഭക്ഷണത്തെക്കാൾ നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഹലാലായ റിസ്ക്, ഹറാമ് കലരാതെ, ആദ്യം പറഞ്ഞതിൽ എല്ലാം ഉണ്ടാവും. രണ്ടാമത് അള്ളാഹു പറഞ്ഞ ഖാസായിട്ട് അള്ളാഹു നൽകുന്ന റിസ്കിൽ ഹറാമ് കലരാത്ത റിസ്ക് ആയിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീന് പാലിക്കാൻ സഹായിക്കുക, ഇതൊക്കെ ഒരാൾക്ക്, ഒരു മുഅ്മിനിന് അള്ളാഹു പ്രത്യേകമായി നൽകുന്ന റിസ്ക്കാണ്. ഇത് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ വലിയ ഔദാര്യമാണ്. രണ്ടാമത് പറഞ്ഞത് കിട്ടാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അത് നമുക്ക് കിട്ടിയാൽ അൽഹംദുലില്ലാ. ആദ്യത്തെ എല്ലാവർക്കും കിട്ടും, എന്തായാലും കിട്ടും. അത് കിട്ടാതെ നമ്മൾ മരിച്ചു പോവില്ല. നേരത്തെ പറഞ്ഞില്ലേ, അത് കിട്ടാതെ ആരുമില്ല, എല്ലാവർക്കും അത് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് അള്ളാഹു എല്ലാവർക്കും അവരുടെ അവകാശം എന്നോണം നൽകിയതാണ്. പക്ഷെ രണ്ടാമത് പറഞ്ഞത് അത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. അത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. ഔദാര്യം ഒരിക്കലും പിടിച്ചു വാങ്ങാൻ പറ്റൂല. എന്താ നീ തന്നില്ലല്ലോ എന്ന് നമുക്കൊരാളോട് അയാളുടെ ഔദാര്യത്തിന്റെ കാര്യം ചോദിക്കാൻ കഴിയില്ല. ഇവിടെ അവകാശം ചോദിക്കാം, അല്ലേ? അവകാശം ചോദിച്ചു വാങ്ങാം. ഔദാര്യം ചോദിച്ചു വാങ്ങാൻ പറ്റുമോ? ചോദിച്ചു വാങ്ങാൻ പാടില്ല, പറ്റുകയില്ല. കൊടുക്കുന്ന ആളുടെ വിശാലതയ്ക്ക് അനുസരിച്ചാണ്. അള്ളാഹു അവൻ നൽകുന്ന ഔദാര്യമാണ് ഈ പറഞ്ഞത്. അത് സഹോദരങ്ങളെ അള്ളാഹു ദുനിയാവിൽ ഈ രൂപത്തിൽ നൽകുകയും അതിൻ്റെ പരിപൂർണമായി ആ റിസ്ക് സ്വർഗത്തിൽ അള്ളാഹു അവർക്ക് നൽകുകയും ചെയ്യും. അള്ളാഹു അത് നമുക്ക് നൽകുമാറാവട്ടെ. അള്ളാഹു പറഞ്ഞു, വമൻ യുഅ്മിൻ ബില്ലാഹ്, ആരാണോ അള്ളാഹുവിൽ വിശ്വസിക്കുന്നത്, വയഅമൽ സാലിഹൻ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നത്, യുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദാ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തിൽ അവരെ പ്രവേശിപ്പിക്കപ്പെടും. ഖദ് അഹ്സനല്ലാഹു ലഹു റിസ്ഖാ, എന്നിട്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ ആ സ്വർഗത്തിൽ ഏറ്റവും നല്ല റിസ്ക് അള്ളാഹു അവർക്ക് നൽകും. സൂറത്തു ത്വലാഖിൽ നമുക്ക് കാണാം. അള്ളാഹു റബ്ബുൽ ആലമീൻ വേറെയും ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ പരലോകത്ത് ഒരുക്കി വെച്ച റിസ്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് ഖാസും ബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് മാത്രമുള്ളതാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ അത് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഹൃദയത്തിന് ലഭിക്കുന്ന റിസ്ക്, അതാണ് സഹോദരങ്ങളെ ഏറ്റവും വലിയ റിസ്ക്. കാരണം ശരീരത്തിന് കിട്ടുന്ന റിസ്ക് അത് ഭൂമിയിൽ ജീവിക്കാനുള്ളതാണ്, അതിന് മാത്രമുള്ളതാണ്. രണ്ടാമത്തത് എന്നത് ആത്മീയമായി നമ്മൾ ജീവിക്കണമെങ്കിൽ ഇത് വേണം. അല്ലെങ്കിൽ ഹൃദയം ചത്തുകൊണ്ട് ശരീരം ഇങ്ങനെ ദുനിയാവിൽ ജീവിക്കുന്നുണ്ടാവും, ഹൃദയത്തിന് ജീവൻ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഈ രൂപത്തിലാണ് റിസ്ക് നൽകുക. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തിയ കാര്യമുണ്ട്. മാ ഇൻദകും യൻഫദ് വമാ ഇൻദല്ലാഹി ബാഖ്, നിങ്ങളുടെ അടുക്കലുള്ള എല്ലാ ഉപജീവനവും ഭക്ഷണവും ഇല്ലാതാവും, തീർന്നു പോകും, നശിച്ചു തീരും, അല്ലെ? എന്തെങ്കിലും നമ്മുടെ കയ്യിൽ ബാക്കി ഉണ്ടാവോ? ഒന്നും ബാക്കി ഉണ്ടാവുകയില്ല. എല്ലാം നശിക്കാനുള്ളതാണ്. നമുക്ക് അള്ളാഹു നൽകിയ റിസ്ക് മുഴുവനും നശിക്കാനുള്ളതാണ്, തീരാനുള്ളതാണ്. എന്നാൽ അള്ളാഹുവിന്റെ അടുക്കലുള്ള റിസ്ക് അത് തീരുകയില്ല, അത് ബാക്കിയുള്ളതാണ്, എന്നെന്നും ബാക്കി നിൽക്കുന്നതാണ്. അതുകൊണ്ട് ആ റിസ്കിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ദുനിയാവിലുള്ള റിസ്കിന് വേണ്ടി പണിയെടുത്തിട്ട് പരലോകത്തെ എന്നെന്നും ബാക്കിയാകുന്ന റിസ്ക് നഷ്ടപ്പെടുത്തരുത്. അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കും. അതാണ് അള്ളാഹു പറഞ്ഞത്, ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയ, എന്നാൽ നിങ്ങൾ ദുനിയാവിലെ ഐഹിക ജീവിതത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ മതിമറന്നിരിക്കുന്നു, നിങ്ങൾ അത് നിങ്ങളെ വല്ലാതെ സ്വാധീനിച്ചിരിക്കുന്നു. എന്നാൽ വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖാ, യഥാർത്ഥത്തിൽ വൽ ആഖിറ പരലോകമാണ് ഖൈർ, ഏറ്റവും ഉത്തമം, വ അബ്ഖാ എന്നെന്നും ബാക്കിയാകുന്നതും അതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ നോക്കൂ,
ദുനിയാവിലെ റിസ്ക് അന്വേഷിച്ചുകൊണ്ട് പരലോകത്തെ റിസ്ക് നമ്മൾ മുടക്കിക്കളയരുത്. ദുനിയാവിന്റെ റിസ്കിന്റെ പിന്നാലെ പോയി പരലോകത്തെ റിസ്ക് നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അള്ളാഹു നമ്മെ എന്തിനാണ് പടച്ചത് എന്ന് പറഞ്ഞതിന്റെ തൊട്ടുടനെ അള്ളാഹു പറഞ്ഞത് റിസ്കിന്റെ കാര്യമാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുവർഗങ്ങളെയും മനുഷ്യരെയും നാം സൃഷ്ടിച്ചത് എന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ്, അതിനല്ലാതെ നാം സൃഷ്ടിച്ചിട്ടില്ല. എന്നിട്ട് അള്ളാഹു തൊട്ടുടനെ പറഞ്ഞത് മാ ഉരീദു മിൻഹും മിർ റിസ്ഖിൻ, അവരിൽ നിന്ന് നാം ഭക്ഷണം ഉപജീവനം ആഗ്രഹിക്കുന്നില്ല. വമാ ഉരീദു അൻ യുത്ഇമൂൻ, അവർ നമുക്ക് ഭക്ഷണം നൽകണം, എനിക്ക് ഭക്ഷണം നൽകണം എന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നല്ലാഹ ഹുവർ റസ്സാഖ്, തീർച്ചയായും അള്ളാഹുവാണ് അർ റസ്സാഖ്, അവനാണ് റിസ്ക് നൽകുന്നവൻ. അതുകൊണ്ടാണ് സഹോദരങ്ങളെ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു നമ്മെ എന്തിനാണ് പടച്ചത് അത് നമ്മൾ മറന്നുകൊണ്ട് ജീവിക്കാൻ ആവശ്യമായ റിസ്കിന്റെ കാര്യത്തിൽ നമ്മൾ വഞ്ചിതരായി പോകരുത്. ഒരുപാട് ആളുകൾക്ക് സംഭവിച്ചു പോയത് ഇതാണ്. എന്തിനാണ് അള്ളാഹു നമ്മെ പടച്ചത് എന്നവർ മറന്നുപോയി. പിന്നെ അവരുള്ളതോ റിസ്കിന്റെ പിന്നാലെയാണ്. റിസ്ക്കൊക്കെ കിട്ടിയിട്ട് ലക്ഷ്യം മറന്നുപോയാൽ ദുനിയാവിലെ റിസ്ക്കൊട്ട് ഉപകാരപ്പെടുകയില്ല, പരലോകത്തെ റിസ്ക് ലഭിക്കുകയുമില്ല. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവും. അതുകൊണ്ട് അള്ളാഹു അവനാകുന്നു അർ-റാസിഖ് അർ-റസാഖ്, അവൻ എല്ലാവർക്കും ഉപജീവനം നൽകുന്നവനാണ്. അവനല്ലാത്ത ഒരാളും ഉപജീവനം നൽകാനില്ല. ആ കാര്യത്തിൽ അവൻ ഏകനാണ്. ബാക്കി ആരും, ഏത് ഇലാഹാവട്ടെ, ആരുമാവട്ടെ, മലക്കുകളാവട്ടെ, ജിന്നുകളാവട്ടെ, അമ്പിയാക്കളാവട്ടെ, ഔലിയാക്കന്മാരാവട്ടെ, അവരൊക്കെ അള്ളാഹുവിൽ ആവശ്യക്കാരാണ്. റിസ്ക് നമ്മൾ അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. ഫബ്തഗൂ ഇൻദല്ലാഹി റിസ്ഖ, അള്ളാഹു പറഞ്ഞു, അവനോട് നിങ്ങൾ റിസ്കിനെ ചോദിക്കുക. ആവശ്യമുണ്ടോ റബ്ബിനോട് ചോദിക്കുക. അള്ളാഹുവാണ് റാസിഖ്, എല്ലാവർക്കും ഉപജീവനം നൽകുന്ന അള്ളാഹു നമുക്കും നൽകും. നമുക്ക് വേണ്ടത് നമ്മൾ റബ്ബിനോട് ചോദിക്കുക. പടപ്പുകളോട് ചോദിക്കുന്ന കാര്യം നമ്മൾ ഉപേക്ഷിച്ചാൽ അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ നമുക്ക് നമ്മുടെ ഉപജീവനം ഏറ്റെടുത്തിരിക്കുന്നു. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഈ നാമം അർ-റാസിഖ് അർ-റസാഖ് എന്ന നാമം നമ്മൾ മനസ്സിലാക്കുക, പഠിക്കുക. അതിന്റെ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ മരണം വരെ ഉണ്ടാവുക. റബ്ബ് സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാവട്ടെ. മരണം വരെ അള്ളാഹു അവന്റെ ദീനിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമായി മുഅ്മിനായി ജീവിച്ചു മരിക്കാൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, പാപങ്ങൾ, തിന്മകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫാ നൽകുമാറാവട്ടെ. ഒരുപാട് ആളുകൾ വിഷമം കൊണ്ടും പ്രയാസം കൊണ്ടുമൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ദുആകളിൽ നമ്മുടെ സഹോദരങ്ങളെ ഉൾപ്പെടുത്തുക. അള്ളാഹു എല്ലാവർക്കും തുറവിയും ആശ്വാസവും നൽകുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.